ഹലോ, ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കാഷ്യൂ കറി ഉണ്ടാക്കാം. ഇത് പച്ച കാഷ്യൂ ഇല്ലേ, നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പച്ച കാഷ്യൂ, അത് മുറിച്ച് അതിൻ്റെ പരിപ്പെടുത്തതാണ്. ഇപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കാഷ്യൂ ആണെങ്കിൽ അതൊരു അരമണിക്കൂർ സമയം ഒരു ഇളം ചൂടുവെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ കുക്കറിലേക്ക് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് ഒരു കഷ്ണം സവാളയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളവും ഇട്ട് കുക്കറിൽ ഒരു 3-4 വിസിലടിപ്പിക്കാം. ഞാൻ അതേപോലെ നന്നായി കഴുകിയെടുത്തതാണ്. ഞാനിത് ചൂടുവെള്ളത്തിലിട്ട് തൊലിയൊക്കെ കളഞ്ഞ് 2-3 തവണ കഴുകി കുക്കറിലിട്ടിട്ട് ഒനിയനും കൂടെ ഇട്ട് ഒരു കഷ്ണം സവാളയും കൂടി ഇട്ട് കുക്കറിലിട്ട് ഒരു 4-5 വിസിലടിപ്പിച്ചു. അതവിടെ വിസിലടിക്കട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയും മുളകും, ഞാൻ മുഴുവനായിട്ടുള്ള മുളകാണ് ഇട്ടത്. കാശ്മീരി മുളക് മുഴുവനായിട്ടുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടത്. അതും കൂടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മുളക് വഴറ്റിയ പാത്രത്തിലേക്ക് തന്നെ ഒരു കഷ്ണം സവാളയും ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒരു ഗ്ലാസ് വെള്ളവും കൂടിയിട്ട് ഉപ്പും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി തിളക്കാനായി മാറ്റി വയ്ക്കാം. ഇത് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ച് കാഷ്യൂ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് തൊടുമ്പോൾ അതൊന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ നന്നായി തിളച്ചു. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാഷ്യൂലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ സമയത്ത് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കാഷ്യൂ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തായിരുന്നു. അതെനിക്ക് പറയാൻ മറന്നുപോയി. ഉപ്പിട്ടില്ല, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഈ മുളക് വേവിച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വെന്ത് വരണം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടിയാണ്. അത് റെഡിയാക്കി വെക്കാം. ഇതിപ്പോൾ അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കാഷ്യൂൻ്റെ ഒക്കെ നല്ല മണം വന്നിട്ടുണ്ട്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 സ്പൂൺ ചിരവിയ തേങ്ങ, ഞാൻ ചതച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ചിരവിയ തേങ്ങയാണ്, പച്ചത്തേങ്ങയാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ പാകത്തിന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചതിന് ശേഷം ആ തേങ്ങയും കാഷ്യൂവും മുളകും ഒക്കെ ഒന്ന് സെറ്റായി വരട്ടെ. ഇതിപ്പോൾ കണ്ടില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫാക്കി കഴിക്കാൻ എടുക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്താണെന്ന് അറിയണ്ടേ? റാഗി ദോശയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി ദോശയും കാഷ്യൂ കറിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കാഷ്യൂ കറി